ഇന്ന് നമ്മളൊരു ഈസി ടേസ്റ്റി മുരിങ്ങയില തോരനാണ് വെക്കുന്നത്. തനിനാടൻ മുരിങ്ങയില തോരൻ. മുരിങ്ങയിലെല്ലാം പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കുക. പൊടി കാണും, അതെല്ലാം പോകണം. പിന്നെ അത് ചലന്തി വലയൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം കടുക് വറക്കാനായിട്ട് കറിവേപ്പിലയും ഉള്ളിയും വറ്റൽമുളകുമാണ്. പിന്നെ അരപ്പിനായിട്ടുള്ളതാണ് തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. ഇത്രയും കൂടെ ഒരു ജാറിനകത്ത് ചേർക്കുക. കറിവേപ്പില ചേർക്കുന്ന ഒരു ടേസ്റ്റിനാണ് ഈ അരയ്ക്കുമ്പം. സാധാരണഗതിയിൽ അതിനുള്ളിലാണ് ഇടാറ്, അങ്ങനെ വേണമെങ്കിൽ ഇടാം. പക്ഷേ അരപ്പിനകത്ത് ചേർക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഐറ്റംസിനെ എല്ലാം എടുത്തിട്ടതിന് ശേഷം പൊടിവർഗ്ഗങ്ങളായി മുളക് പൊടി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഇതിത്രയാണ് പൊടിവർഗ്ഗമായിട്ട് ചേർക്കുന്നത്. ജീരകവും വെളുത്തുള്ളിയും ചേർക്കാതെയും വെക്കാറുണ്ട്, പക്ഷേ ഇതാണ് ടേസ്റ്റ്. അതിനുശേഷം ഇങ്ങനെ ചതച്ചെടുക്കുക. അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കുക. ഒരു കടായിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതിലേക്ക് കടുകും പിന്നെ കറിവേപ്പില, മുളക് ഇതെല്ലാം ചേർക്കുക. ചേർത്തതൊന്ന് വഴണ്ട് വരുമ്പം നമ്മുടെ അരപ്പിനെ ഇതിനകത്തിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വെളുത്തുള്ളി, ജീരകം, പൊടിവർഗ്ഗങ്ങളുടെ എല്ലാവരും ടേസ്റ്റ് ഒന്ന് മാറണം. അതിനുശേഷം ഇതിനകത്തിലേക്ക് ഇലയിടുക. ഇലയിട്ടതിന് ശേഷം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഇല വെന്ത് കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് മുരിങ്ങയിലയ്ക്ക് ആദ്യമേ തന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ മുരിങ്ങയിലയ്ക്ക് ലേശം കട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കും. നാട്ടിൽ മുരിങ്ങയിലയാണെങ്കിൽ അത്രയും കട്ടിയില്ല, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടതായ ആവശ്യമില്ല. പക്ഷേ ഇതിന് കട്ടിയുള്ളതുകൊണ്ട് ലേശം വെള്ളം ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ചിക്കി തോർത്തി എടുത്ത് അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ പറ്റിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. ഹെൽത്തിന് വളരെ നല്ലൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കേ.